Welcome back to another episode of Brick Vibe Vibes. Duo. Dude. ഇപ്പോഴാണ് മറ്റേ പാട്ട് വരിക. ഏത് തീരുമാനമായിട്ടില്ല. Okay. Whatever it is. ഏ Don't do that! ഏ എടാ പോടാ. So guys, we came back with another episode of our ചാനലിന്റെ പേര് പിന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. because ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു റിവീൽ വീഡിയോ ആണ് ഇത്. സോ നമ്മൾ ആഗ്രഹിച്ചില്ല, ഞാൻ ആഗ്രഹിച്ചു. ഇവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും എന്നാൽ അവന്റെ ആഗ്രഹം കാരണം എന്റെ ആഗ്രഹത്തിലേക്കും കൂടി വന്നതുമായിട്ടുള്ള ഒരു സാധനം. ഇപ്പോ ഞങ്ങള് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു അധികം വൈകാണ്ട് സ്കോട്ട്ലാൻഡ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ സ്കോട്ട്ലാൻഡ് ട്രിപ്പിലേക്ക് ഭയങ്കര ആവശ്യമായിട്ടുള്ള ഒരു കൂടിയാണ് ഇത്. കറിവേപ്പില കളയില്ല. സോ അപ്പോ എന്താ പറയാ, അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്കൊരു എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താ പറയാ, അപ്പൊ നമുക്ക് ആ ഒരു ട്രിപ്പിന് പോകുമ്പം ഇത് വേണം തോന്നിയത് കൊണ്ട് നമ്മളിപ്പോ പർച്ചേസ് ചെയ്തേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് കോസ്റ്റ്ലി, ബട്ട് എന്താ പറയാ, അതൊരു നീണ്ട ആവശ്യം. കാരണം നമ്മുടെ ചാനൽ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖം കാണിക്കാന്നുള്ളതല്ല. പിന്നെ എന്താ ആലോചിച്ചു, നമ്മൾ പോകുന്ന സ്ഥലങ്ങള് നമുക്ക് നമ്മുടെ ഫോണിൽ അത് കാണിക്കാൻ ഒരു പരിമിതി ഉണ്ട്. നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഈവൻ നമുക്ക് പോലും അതിന്റെ ഒരു നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നില്ല. സോ we bought this DJI Mini 3 drone. So yes guys, this is our new thing. This is our new thing. This is our new member of our family. ഇതൊരു വർത്ത് ബൈ ആയിട്ട് ലൈക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഒരു മിഡ് റേഞ്ച് സാധനമാണ്. അതാണ്, നമുക്ക് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനമല്ല, എന്നാൽ ചെറിയ റേറ്റുള്ള, ഇതിലും താഴ്ന്ന റേറ്റുള്ള സാധനം ഉണ്ട്, പിന്നെ ഇതിലും കൂടിയതുണ്ട്, വളരെ കൂടിയതുണ്ട്. സംവോട്ട് അറൗണ്ട് ഒരു 35,000 അടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ DJI ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. DJI കൊളാബ് വിത്ത് ഹേസൽ ബ്ലാറ്റ് ആണ്. സോ അവരുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഞാൻ കുറേ കാലം നോട്ടിട്ട് വെച്ചൊരു ഷോപ്പാണത്. അവരുടെ അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ ആമസോണിൽ പോയി ചെന്ന് വാങ്ങിക്കരുത്. ഇങ്ങനത്തെ ഇത്രയും വില കൊടുക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഷോറൂം കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കണം. അതെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു DJI Mini 3നെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ ഇവിടെ പാക്കിൽ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, USB ചാർജറാണ്. ആൻഡ് ബാറ്ററി നമുക്കൊരു 31 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. അത് എല്ലാ ഡ്രോണുകൾക്കും ആ ഒരു റേഞ്ചാണ്. പിന്നെ നമ്മൾ കണ്ടതിലൊരു കുറേ കൂടെ ഹൈ ക്വാളിറ്റി വരുന്നത് വെച്ചാൽ പിന്നെ കുറേ കൂടെ പ്രൊഫഷണൽ ടൈപ്പ് ഓഫ് ഡ്രോൺസിനാണ് നമുക്കൊരു 50 അറൗണ്ട് ഒരു 1 നമ്മളൊരു കല്യാണ പർപ്പസ്, മാരേജിനൊക്കെ ഈ ഫോട്ടോഗ്രാഫർമാരൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അത് ഒരുപാട് വലുതാണ്. നമുക്കൊരു റെഗുലർ യൂസിനൊന്നും അതിന്റെ ആവശ്യം വരുന്നില്ല. അതെ അതെ അതെ, നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമുക്കൊരു 1 lakh അബവ് ഒരു 1.5 ഒക്കെ വേണം നമുക്ക്. ആൻഡ് ദിസ് ഇസ് അവർ ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രോൺ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞങ്ങൾക്ക് തോന്നി. എല്ലാം കൊണ്ടും ഇത് ഭയങ്കര കോമ്പാക്റ്റബിൾ ആണ്, ചെറുതാണ്, നമുക്കത് കൊണ്ടുനടക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ആൻഡ് നമുക്കൊരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കിട്ടും ഇതുകൊണ്ട്. നമുക്ക് പഠിക്കാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് ഇതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നിയാൽ നമുക്കത് ചെയ്യാം. അതെല്ലാം നമുക്ക് ഇതുകൊണ്ട് മതിയാക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്കത് മതിയാക്കുക വെച്ചാൽ നമുക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്കൊരു ലോസും വരുന്നില്ല, ഒരു കുഴപ്പമില്ല. സോ നമുക്കത് അത്ര സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് ഇവിടെ ലൈസൻസും കാര്യങ്ങളും എക്സാം അത് പറയാൻ പറ്റൂട്ടോ. അതായത് ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സാധനം മേടിച്ചപ്പോൾ നമുക്കിത് അറിയാമായിരുന്നു മുന്നേ. ബട്ട് നമ്മളിപ്പോൾ അവിടെ ചെന്ന് നമ്മളതിന് കുറച്ചും കൂടി ധാരണപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആക്ച്വലി ഇതിന് ഒരു ലൈസൻസ് ആവശ്യമുണ്ട്. നമുക്കൊരു ഡ്രോൺ ഇവിടെ UK പറത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ലൈസൻസ് ആവശ്യമുണ്ട്. സോ എന്താ പറയുക, എടാ ആക്ച്വലി സ്പീക്കിംഗ് അവിടുത്തെ ആ ഗൈസ് ഉണ്ടല്ലോ, നമ്മളെ നോക്കി എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈസൻസ് നമ്മളെ നോക്കിയിട്ടാ കേട്ടോ.
എന്താ അതിന്റെ ഒരു ലൈസൻസ് നമുക്ക് ആവശ്യമുണ്ട്, അല്ലാണ്ട് നമുക്ക് ഇത് പറത്താൻ പറ്റില്ല, അത് ഇല്ലീഗലാണ്. അത് 2 ലൈസൻസ് ഒക്കെ. പിന്നെ ഇത് ഇവർക്ക് വെയിറ്റ് അനുസരിച്ചിട്ടൊക്കെയാണ് ഇവരുടെ കാറ്റഗറി ചെയ്തിരിക്കുന്നത്. 2 കാറ്റഗറിയിലാക്കിയിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. 3, 40 സംതിങ് എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ബ്രോ. ആണോ? ഇല്ല, അതിന്റെ ഒരു എപ്പിസോഡ് ആൾക്കാർക്ക് അറിയണ്ടേ. ഞാൻ അതിന്റെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഗൈസ്. അതിന്റെ വീഡിയോ പ്രോമിസ് തന്നവർ ചെയ്യേണ്ടതാണ്. ചെയ്യുന്നതായിരിക്കും. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്താ ഒരുപാട് ലാഗ് ആവേണ്ടി ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊന്ന് പഠിച്ചിട്ട് ഞാൻ എന്റെ വീഡിയോ നമ്മുടെ ഇവിടെ അറിയപ്പെടുന്ന ഒരു ബ്ലോഗറായിട്ടുള്ള മറ്റേ പ്രതാപിനെ ലണ്ടനിൽ പോയിട്ട് ഇത് പറത്തേന്റെ പേരിൽ പോലീസ് ഇട്ട് വളഞ്ഞൊരു സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അത് അങ്ങേർക്ക് ഇതില്ലാണ്ടല്ല, അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമ്മൾ അവിടെ ഡ്രോൺ പറത്താൻ പാടില്ല. അങ്ങനത്തെ കൂടി റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മളൊരു ഡ്രോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എവിടെ പറത്താൻ പറ്റില്ല എന്നൊക്കെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് അതിന്റെ നിയമവശങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ അതൊക്കെ നോക്കി വേണം പറത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ പോലെ എളുപ്പമല്ല ഇവിടെ ഡ്രോൺ പറത്താൻ. എന്നാണ് ഒരു ലൈസൻസ് മാത്രം മതി. അതായത് ഈ തുക്കട സൈറ്റിൽ കയറി എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസ് കിട്ടും. അതിന് വേറെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും. പിന്നെ എവിടെ വേണമെങ്കിലും പറത്താം. അതായത് ഗവൺമെന്റ് ഈ ആരുടെ വീട്ടിൽ കയറി വേണമെങ്കിലും ഡ്രോൺ പറത്താം. ഗവൺമെന്റ് ഏരിയകളിൽ മാത്രം പറത്താൻ പാടില്ല എന്നുള്ളു. പിന്നെ അതും അവിടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഇവിടെ മൊത്തം ഈ ഇങ്ങനത്തെ കുറെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഉള്ളതുകൊണ്ട് റഡാറും സർവൈലൻസിൽ വരുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ അതിനെ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്. സോ എനിവേസ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ ഞാൻ പൊട്ടിക്കട്ടെ. നമുക്ക് തിരിച്ചെടുത്താലോ? ഞാൻ തന്നെ മതിയോ? നമുക്ക് കാണാമല്ലോ. ASMR കിട്ടാൻ പാടായിരിക്കും ചിലപ്പോ. അവിടെ നല്ല കാറ്റുണ്ട്. ഇന്ന് നല്ല ഒരു സണ്ണി ഡേ ആണ്. സണ്ണി പ്ലസ് മൂടി. എനിക്ക് തോന്നുന്നില്ല. DJ അല്ലേ, മെയ്ഡ് ഫോർ ആപ്പിൾ. സോ വുഡ് ബി നമ്മുടെ ബോക്സ് ഇങ്ങനെയാണ് ഓപ്പൺ ഫേസിൽ വരുന്നത്. ഇത് ഇതിന്റെ ഒരു നമ്മുടെ ഡ്രോണിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് പോലെ 2 പാഡിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആപ്പിനെ പറ്റിയൊക്കെ ഫസ്റ്റ് യൂസിനെ പറ്റിയൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് QR കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാവുന്നതാണ്. And the best part of our drone, the main part of our drone is the drone. ഇതാണ് കുഞ്ഞൻ. So ഇതാണ് നമ്മുടെ കുഞ്ഞൻ കോമ്പാക്റ്റബിൾ ഡ്രോൺ. 2 കൈ. ഇതിലും ചെറുതുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ നോക്കിയതിൽ അത്യാവശ്യം സ്റ്റെബിലൈസേഷനും പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ മറ്റേ പോർട്രേറ്റ് വരുന്നുണ്ട്, ലാൻഡ്സ്കേപ്പും വരുന്നുണ്ട്. സോ നമുക്കിത് 2 രീതിയിൽ. ഇത് ആക്ച്വലി ഒരു ക്യാമറയാണ്. ക്യാമറ കവർ ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ കണ്ട ഒരു സ്പൈഡർമാൻ ഫാൻസ് വല്ലതും ഉണ്ടെങ്കിൽ നോ വേ ഹോമിൽ ലാസ്റ്റ് കുറെ ഡ്രോണിന്റെ ഒരു സീൻ എനിക്ക് അത് ഓർമ്മ വരുന്നത് കാണുമ്പോൾ. അതിന് ഞെക്കിയാ വരും തോന്നുന്നു എവിടെയെങ്കിലും. ഇല്ല, ബാറ്ററി ഇതിന്റെ റിവ്യൂ ഒക്കെ പഠിച്ചിട്ടാണ് മേഡം വന്നേക്കുന്നത്. സോ ആദ്യം നമ്മൾ അത് തുറക്കണടാ. ഏതാ താഴത്തത്? എടാ ക്ലിപ്പ് ഉണ്ടാവില്ല. ഇതൊടിഞ്ഞു പോയി ഗൈസ്. ക്ലിപ്പ് ഉണ്ടോ? ക്ലിപ്പിംഗ്. അത് പൊക്ക്. യെസ്, that's a full view. So yeah, this is what drone looks like. So ഇതാണ് അതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത്. ഇത് ടോപ്പ് പോർഷൻ വരുന്നത്. ഇതതിന്റെ ലോവർ സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇവിടെയാണ് ക്യാമറ വരുന്നത്. തുറക്കാൻ പറ്റുമോ? എനിക്ക് ഇങ്ങനെയാണ് ക്യാമറേന്റെ ഒരു സാധനം. നമുക്കിത് ഇങ്ങനെ എടുക്കാം, ബോക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെ തന്നെ. പിന്നെ ഇതിന്റെ കവറിങ് വരുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങള് അതെന്താ പോണേ? അതതിന്റെ കുഷ്യൻ. കുഴപ്പമില്ല, എന്തായാലും അത് ഊരി വെക്കണ്ടല്ലേ. സോ ഇത്രയാണ് വരുന്നത്. സോ നമുക്കിനി ക്യാമറയൊക്കെ നമ്മൾ പിന്നെ യൂസിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഈ ക്യാമറയ്ക്ക് ഒരു ഫുൾ റൊട്ടേഷൻ ആണ് വരുന്നത്. നമ്മൾ കുറേ എണ്ണം എന്താ പറയുക, ഈ ഒരു ഏകദേശം വലുപ്പത്തിൽ ഏകദേശം ഒരു പ്രൈസിൽ ഒരു 500 റേഞ്ച് പ്രൈസിൽ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ്. കാരണം ഈ ക്യാമറയ്ക്ക് ഫുൾ റൊട്ടേഷൻ ആണ്. നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു വീഡിയോ എടുത്ത് അതിനെ ക്രോപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതിനകത്തിപ്പോൾ നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പിലാണെങ്കിലും വെർട്ടിക്കൽ മോഷനിലാണെങ്കിലും ഒക്കെ നമുക്കിത് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. സോ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാര്യം പറഞ്ഞാൽ. ആൻഡ് സോ അതാണ് ഇപ്പോൾ ഡ്രോണിനെ പറ്റി പറയാനുള്ളത്. ഇതിന് ഞാൻ തിരിച്ചൊന്ന് വെക്കട്ടെ ഗൈസ്.
ഓ ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻകാരോട് മലയാളി പസങ്കനൊക്കെ വിളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട് കളിക്കാൻ. ഓക്കെ, നമുക്കപ്പോൾ ഡ്രോണിൻ്റെ കവർ ഉണ്ട്. കവറില്ല, അതെ. അതിൻ്റെ ബോക്സ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ നമുക്ക് ബോക്സ് വെക്കാണല്ലേ. ഇതിന്റെ ബോക്സിന് 2000 രൂപ, 2020. ശരിക്കും അത് അവരുടെ ഒരു ബിസിനസ് പാർട്ടിന് മാത്രം. നമുക്കൊരു നല്ലൊരു കവർ എന്തെങ്കിലും മേടിച്ച് വെക്കണം. നമുക്കറിയാം ഒന്നിലും പൈസ ആയിട്ട് മേടിച്ച സാധനമാണ്. നമ്മളത് നോക്കണം, അത് വേറെ കാര്യം. നമ്മൾ തന്നെ ഇന്ന് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ഇവിടെ വന്നവന്മാർ കളിക്കാൻ കൂട്ടില്ലേ? ഞാനും വന്ന് കളിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടില്ലേ ക്രിക്കറ്റ്. എന്റെ സ്പെഷ്യൽ വ്ലോഗ് വരും ക്രിക്കറ്റ് കളി. ഇവളുടെ സ്പെഷ്യൽ എന്തായിരുന്നു? UK ഡ്രോണും ലൈസൻസും നിയമങ്ങളും ഇല്ലടാ. ഇത് വന്നിട്ട് അങ്ങനെ ഉണ്ടാവണല്ലോ, അതിന്റെ ഒരു ഇതൊക്കെ വരണ്ടേ, കേസൊക്കെ വരണ്ടേ. ഞെക്കത് അത് ഞെക്കി കുഴിയൊക്കെ എന്നിട്ട് വലിക്ക് അടുക്കത്തെ. ഓ അതിന്റെ നമ്മുടെ റിമോട്ട് കൺട്രോൾ പാനൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതില് നമ്മള് ഡിസ്പ്ലേ ഉള്ളതുണ്ട്. ഇത് നമുക്ക് ഫോൺ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ ഉള്ളതും ഫോൺ അറ്റാച്ച് ചെയ്യുന്ന നമ്മൾ പിന്നെ ഞാനും എനിക്ക് തോന്നി നമ്മൾ എപ്പോഴും ഫോൺ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതിനോട് അരമണിക്കൂർ ഫ്ലൈ ചെയ്യുന്നതിന് ഇപ്പൊ വലിയൊരു ഡിസ്പ്ലേയുടെ ആവശ്യമില്ല. നമുക്ക് ഫോൺ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ പിന്നെ അതൊരു വലിയ പ്രൈസ് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു സ്ക്രീനും കൂടി ഡിസ്പ്ലേ വരുമ്പോ. അതർവൈസ് ദിസ് ഈസ് വാട്ട് ദ കൺട്രോളർ ലുക്സ് ലൈക്ക്. അതിന്റെ അടിയിൽ അതിന്റെ സുനാപ്ലിന്റെ ഇവിടെ അത് ഊരിയിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് കൺട്രോൾ ഇത് തിരിക്കണം. അതൊക്കെ പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ വലിയ കാര്യമായിട്ട് ഇനി പറത്തുന്നതും അതൊക്കെ ചെയ്യല്ലേ, പറത്തുന്നതും പോകുന്നതും പിന്നെ അതിന്റെ ഒരു ഔട്ട്ഡോർ. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കട്ടെ. കാരണം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരുപാട് മലയാളികളുടെ അടുത്തൊന്നും ഡ്രോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും തന്നെ യൂസ് ചെയ്യുന്നത് തോന്നുന്നില്ല. ഭയങ്കര റെയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഡ്രോൺ ഉള്ളൂ. പണ്ട് ആൻഷീതൽ എന്ന് പറഞ്ഞ മറ്റേ ഇതൊരു നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ വീഡിയോ ആകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇതിന്റെ ഒരു യൂസ് എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആകും. ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് രസമായിട്ട് തോന്നും. എല്ലായിടത്തും ഇനി മറ്റേ ടിക്ടോക്ക് പോർട്രേറ്റ് വീഡിയോകൾ ഡ്രോണിന്റെ ഇനി ഇൻസ്റ്റാഗ്രാമിൽ കയറി നടക്കുന്നുണ്ടാവും. ഡ്രോൺ വീഡിയോ കണ്ട അപ്പോഴത്തോളം ഞങ്ങളെ നമുക്ക് വിട്ടാലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻ ലീഫ്ലെറ്റ്സ് വരുന്നുണ്ട്, നമ്മുടെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് അതിന്റെ ലീഫ്സ് എക്സ്ട്രാ ലീഫുകൾ വരുന്നുണ്ട്. അത് മറ്റൊന്ന് വാങ്ങിച്ചതിലുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതിന്റെ വാറണ്ടി കാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. 249 ഗ്രാമാണ് നമ്മള് ഇതില് ഇൻബിൽട്ട് ആയിട്ട് കമ്പനി തന്നെ കൊടുക്കുന്ന ഒരു 1 year പ്രോഗ്രാം ഉണ്ട്. സോ 1 year വാറണ്ടി നമുക്ക് കിട്ടും. വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലാണ് അവർ കവർ ചെയ്ത് തരുന്നത്. പക്ഷേ ഇൻ കേസ് നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ഇടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ശരിക്കും ആക്സിഡന്റ് കവറേജ് അവർ തരുന്നില്ല, ഇവരുടെ കമ്പനി വരുന്നത്. സോ പിന്നെ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടുന്നത് വേറൊരു കമ്പനിയുണ്ട്, അതിന് ഞാൻ പേര് മറന്നുപോയി. സോ അവരുടെ അത് വെച്ചാൽ DJ തന്നെ നമുക്ക് ചെയ്തു തരുന്നത് അവര് റിഫ്രഷ് കെയർ എങ്ങാണ്ട് പറഞ്ഞിട്ട് അവരുടെ ഒരു 1 year പ്രോഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ അവർ ആക്സിഡന്റ് കവറേജും കൂടി ചെയ്ത് തരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് എവിടെ പോയി ഹിറ്റായി എന്ത് പറ്റിയാലും നമ്മുടെ ഇന്നിപ്പോൾ വെള്ളത്തിൽ പോയി അങ്ങനെ എന്ത് വന്നാൽ തന്നെ അവരത് കവറേജ് തരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൂടി കൊടുക്കേണ്ടി വരും. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് എമൗണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു സാധനം എടുത്തിട്ട് നമുക്കത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സോ ആ ഒരു കവറേജ് നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നി. ആൻഡ് എസ്പെഷ്യലി ഫോർ ദ ഫസ്റ്റ് 1 year. അതുകൊണ്ട് ഞങ്ങളൊരു 1 year പ്ലാനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി 1 yearലേക്ക് നമുക്ക് 1 yearൽ 2 times ആണ് അവർ ചേഞ്ച് ചെയ്ത് തരുന്നത്. ഇപ്പോൾ 2 times 2 yearൽ എടുക്കുകയാണെങ്കിൽ അത് 4 timesലേക്കാണ് ചേഞ്ച് ചെയ്ത് തരുന്നത്. തൽക്കാലം ഞങ്ങൾ 1 yearലേക്ക് എടുത്തു. കാരണം നമുക്കൊരു 1 year എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പോലെ ഒരു 3-4 ഫ്ലൈ ചെയ്യും. എങ്ങനെ ഇത് കൂടെ പോകുന്ന പറയാൻ പറ്റില്ല. നമുക്ക് പഠിക്കാം. ഇവിടെയാണ് നല്ല കാറ്റാണ്. അതെ. ഇപ്പോ നമുക്ക് പിന്നെ പോരാത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഡ്രോൺ എടുത്ത് പറത്താൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വരുന്നത് വരെ അത് ഹിറ്റ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ്. സോ ആ ഒരു ഫസ്റ്റ് ടൈം ആണല്ലോ, ഒരു 1 year നമുക്ക് ആവശ്യം വരില്ല. നമുക്ക് മേ ബി ഒരു 2-3 തവണ പറത്തിക്കുമ്പോൾ നമുക്കൊരു സെറ്റ് ആകും. ബട്ട് സ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആണ് ആ ഒരു പ്ലാൻ നമ്മൾ എടുത്തത്. ഇനി നിങ്ങൾ ഡ്രോണൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ആവശ്യം വരും എനിക്ക് തോന്നുന്നില്ല. പോയി വെള്ളത്തിലൊക്കെ ആക്സിഡന്റ് ഡാമേജ് എല്ലാവരും കളഞ്ഞു പോയപ്പോലും സെയിം ഐഫോണിന് തന്നെയായിരുന്നു കളഞ്ഞു പോയപ്പോലെ അവര്. എസ്പെഷ്യലി നിങ്ങൾ ഡ്രോൺസ് മോർ ദാൻ 500 ഒക്കെ എബോവ് എടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും എടുത്ത് വെക്കുക. ബിക്കോസ് അത് ഭയങ്കര ലോസ് ആയി പോകും. സോ നമ്മുടെ ഡ്രോണിന്റെ വിശേഷം അതൊക്കെയാണ്. അപ്പോൾ
യെസ്, അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡ്രോണിന്റെ സാധനം വരുന്നത്. ഇനി നമ്മൾ ഡ്രോൺ പറത്തി കാണിക്കുക എന്നുള്ളതാണ്. അത് മെല്ലെ വൈകാതെ അടുത്ത ഫ്രീ ഡേയ്സിൽ കാണിക്കാം. പറത്തി കാണിക്കുന്നതായിരിക്കും നാളെ പറത്തൽ വ്ളോഗ്. അതിന്റെ കൂടെ കൃപാച്ചനും പറത്തു ഞാൻ. പിന്നെ ഇവിടെ മോഡൽ ഞാനായതുകൊണ്ട് ഞാൻ ഞാനും ആലോചിച്ചു നീ എന്തിനാ ഇത് എടുക്കാൻ എത്തുന്നത്. അതെ, ഔട്ട്പുട്ട് വളരെ ഉള്ളല്ലോ, അതുകൊണ്ടാണ് ഇവിടെ എടുത്തത്. ഡ്രോൺ ആയതുകൊണ്ട് ഇപ്പം നിന്റെതാണെങ്കിലും അതൊന്നുമല്ല, ഔട്ട്പുട്ട് എടുത്ത വളരെ ഉള്ളൂ. എന്റെ എന്തായാലും എടുക്കാൻ പോകത്തില്ല. ഞാനിതിന്റെ മെക്കാനിക്. അതങ്ങനെ അത് നേരെ അടഞ്ഞോ? നോക്കാം, പിന്നെ നോക്കാം. എന്നാ ബൈ. അപ്പോ നമ്മള് കൂടുതൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്രോൺ പറത്തുന്നൊക്കെ നമ്മൾ പിന്നെ കാണിച്ചു തരാം. സോ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. വി ഫീൽ ഇറ്റ്സ് എ വർത്ത് ബൈ. ഇനി നമ്മൾ ലണ്ടനിൽ പോകും, അല്ല സോറി, നമ്മളിനി സ്കോട്ട്ലൻഡ് പോകുമ്പോൾ അതിന് മുന്നേ എന്താണെങ്കിലും ഞങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന, ഐ മീൻ എന്താ നമ്മുടെ എന്താ പറയുക, അതിൻ്റെ ലൈസൻസ് എടുക്കുന്നുണ്ട് ഡ്രോണിൻ്റെ. സോ അതിന് മുന്നേ ഞാൻ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് യെസ്, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് ബാക്കി വിശേഷമായിട്ട് വരും. നമ്മൾ ഫസ്റ്റ് ഫ്ലൈ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഐ ഹോപ്പ് ദിസ് വാസ് എ യൂസ്ഫുൾ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സാധനം മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതൊരു യൂസ്ഫുൾ ആയിട്ട് വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. യെസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. പരമാവധി കമന്റ്സ് റീഡ് ചെയ്യിപ്പിച്ച് നമ്മൾ അതിന് ആൻസേഴ്സ് തരുന്നതായിരിക്കും. So yes guys, that's it. Take care. That's it for today. So, another video ആയിട്ട് കാണുന്നത് വരെ bye bye. Take care. Signing out. Peace out.